ഇതാ ഞങ്ങൾ അമ്പലത്തിൽ പോയി തൊഴുത് ഇതാ പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. ചെപ്പടപ്പ് അമ്പലത്തിൽ പോയി. അത് കഴിഞ്ഞ് ഞങ്ങളിപ്പോ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. തിരിച്ചു പാലവയൽ ബസ് സ്റ്റോപ്പിൽ ഇരിക്കുകയാണ്. മഴ പെയ്തോണ്ടിരിക്കുന്നുണ്ട്. ഞാനാണെ കൊട എടുത്തിട്ടില്ല, അനിയത്തി മാത്രമേ കൊട എടുത്തിട്ടുള്ളൂ. അപ്പൊ എനിക്കെല്ലാം കൂടി ഈ ഒരു കോലത്തിലെല്ലാം കൂടി എടുത്തിട്ട് ഇതിന്റെ അകത്ത് എന്തായാലും ഈ സാധനത്തിന്റെ ഉള്ളിൽ ആ കുത്തിക്കയറ്റി വെക്കാനും പറ്റില്ല. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ച് കൊട എടുക്കണ്ടാന്ന്. കൊട എടുക്കാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ ഇതാ ഈ ഒരു ബസ് സ്റ്റോപ്പിൽ കുത്തിയിരിപ്പ് സമരം തുടർന്നിരിക്കുകയാണ്. അപ്പോ കുറച്ച് കഴിഞ്ഞിട്ട് വേണം വീട്ടിലേക്ക് പോകാനും. ഞണ്ണാനുണ്ട്, ഐ മീൻ ഭക്ഷണം കഴിക്കാന്. ഒരു തമാശ പറഞ്ഞതാണ്, അതിന്റെ പേരിൽ ആരും ഇനി ഞണ്ണുക എന്നുള്ളത് തെറിയാന്നും പറഞ്ഞു വരരുത്. തെറിയല്ല പറഞ്ഞത്. കാണിക്ക്, ഇങ്ങോട്ട് കാണിക്ക്, ഇങ്ങോട്ട് ഇങ്ങനെ തൂക്കി കാണിക്ക്, തൂക്കി കാണിക്ക്. ഇത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ ഈ സാധനം വെച്ചിട്ട് കണ്ണിൽ ഇങ്ങനെ ആക്കും. നല്ല രസാണ് ഈ മഴത്തുള്ളി. ഇപ്പോഴാണ് ഞാനിത് നോക്കുന്നത് കേട്ടോ. അതായത് ഇപ്പൊ നമ്മളത് കാണാത്തതിന്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ പ്രകൃതിയിലേക്ക് നോക്കുന്നില്ല. അതാണ്, നമ്മൾ ഫുൾ ഫോണിലേക്കാണ് നോക്കുന്നത്. ഫോണിൽ നോക്കി ഇങ്ങനെ നടക്കുന്നതും കൊണ്ട് നമ്മൾ പ്രകൃതിയിലുള്ള ഒരു സാധനം കാണുന്നില്ല. അത് ഇപ്പൊ ഇങ്ങനെ ശരിക്കും അതൊന്ന് ആലോചിക്കുമ്പോൾ, അതിനെപ്പറ്റി ഡീപ്പായിട്ട് ആലോചിക്കുമ്പോ ആണ് മനസ്സിലാകുന്നത്. പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുകയാണ്. ആ നടത്തം കണ്ടറിയില്ലേ? അറിഞ്ഞിട്ടില്ല. ഹലോ. ശരി, ഇതിപ്പോ ഞാൻ പറഞ്ഞ ഒരു ചെറുപ്പക്കാര് പറഞ്ഞത് ഇപ്പൊ കേട്ടില്ലേ? എന്ത്? ചുരിദാറിട്ട ചെക്ക പെൺകുട്ടികളുടെ പുറകെ കൂടി നടന്നു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിഞ്ഞു വെക്കേണ്ട തള്ളായി. അത് കഴിഞ്ഞിട്ട് ധാവണി ഉടുക്കുന്നതൊക്കെ കല്യാണത്തിന് മുമ്പായതുകൊണ്ട് ധാവണി ഉടുത്തിട്ട് പോയി. ധാവണി ഉടുത്തതിന്റെ പിന്നാലെ പോയി തിരിഞ്ഞു നിൽക്കുമ്പോണ്ട് അതും ഉണ്ടാവും മക്കളെ കുട്ടി. ഇത് എന്തൊരു സ്വൈരക്കാണ്. ഏത് പെൺകുട്ടികളെ നോക്കുന്നത് കള്ളവൈബൊക്കെ പോയി. കാലം മാറിപ്പോയി. അതെ. ഹലോ കുട്ടാ, എന്താ എവിടെ പോയി? എവിടെ പരിപാടികളൊക്കെ? ഞാനതൊക്കെ കൊണ്ടുവച്ചിട്ടാക്കാം. അതല്ല, എല്ലാം റെഡി ആയോന്ന് ചോദിച്ചതാ. ഇതെന്താ വരുവാല്? ആ വാലൊന്ന് മാറ്റേ. നീ തീർന്നു. ഇത് വല്യമ്മ സ്പെഷ്യലാണ്. നമ്മളെ പഴന്നുറുക്ക് എന്ന് പറയും. അടിപൊളി അടിപൊളി. ഇപ്രാവശ്യത്തെ ഓണം അടിപൊളിയാണ് കേട്ടോ. ഇവിടെ ഐസ്ക്രീം റെഡി കേട്ടോ. പക്ഷെ ഇത് എന്തിനാന്നുള്ളത് പിന്നെ പറഞ്ഞുതരാം. അപ്പതാ ഞങ്ങളിവിടെ വിളമ്പല് തുടങ്ങിയിട്ടുണ്ട്. കാണിച്ചു തരാം കേട്ടോ, ഒരു മിനിറ്റ്. ഞാനും വയ്ക്കമ്മേ കഥ പറഞ്ഞ അമ്മായി കഴിഞ്ഞോ? എങ്ങനെയുണ്ടടാ? സൂപ്പർ പറ മോനെ. അപ്പൊ രണ്ട് വെവ്വേറിയാ? എന്ത്? ഇത് നിങ്ങൾ ഉണ്ടാക്കിയ തന്നെയല്ല അത് പഴത്തിന്റെ?
ആണോ അത് കേട്ടോ എന്നാല് സാരല്ല കുഴപ്പമില്ല. കഴിഞ്ഞില്ലേ പായസം ഇട്ടിട്ടില്ലല്ലോ. അല്ല ഗ്ലാസ്സിലെത്തില്ല. അത് അപ്പഴം നാളെ ഞങ്ങൾ വാങ്ങി ഓന്റെ വെള്ളം അവിടെ കുപ്പി ഗ്ലാസ് കൊടുക്കണ്ട. കട്ടി പറഞ്ഞിട്ടുണ്ടോ നോക്കാൻ കഴിച്ചോളൂ എനിക്കിത് മതി. അമ്മേ സാമ്പാർ പൊടുങ്ങ. പപ്പടം എന്ത് വേണം? സാമ്പാർ അങ്ങനെയൊന്നുമില്ല. ഇല്ല മറ്റേ എനിക്ക് ഇവരെ ഡയലോഗ് ഓർമ്മ വരും. പോനിക്കരേന്റെ മറ്റേ പഴം കേട്ടോ. ഇപ്പൊ എത്രാമത്തെ ഇതായിരുന്നു? 1 2 3 4 കൊറേ ഓണം. പായസത്തിൽ ബട്ടർ സ്കോച്ച് ഐസ്ക്രീം. കുറച്ചും കൂടി വലിയ പായസം ശരി ഐസ്ക്രീം കൊടുക്കി. ഐസ്ക്രീം കുറച്ചും കൂടി തരട്ടെ. ഈ ബട്ടർ കൊച്ചു പെടുത്താൻ നാട്ടിലെ തണുപ്പ് അതൊക്കെ പറ്റിയാലും ബിരിയാണിയൊക്കെ എണ്ണയുടെ മേലെ നിൽക്കുന്നതല്ലേ. പ്ലാസ്റ്റിക് ആണ്, അതുകൊണ്ടാണ് പ്ലാസ്റ്റിക് കോട്ടിങ് അല്ല. അതാ ആ കോട്ടിങ് ഇല്ലെങ്കിൽ കടലാസ് നനഞ്ഞു പോകില്ലേ. ഓ മുടി അയച്ചിട്ടാതിയനില്ലെങ്കിയോ? മുടി അയച്ചിട്ടാതിയനും ഞാൻ കെട്ടി വൃത്തികേടാക്കി. ഭക്ഷണമൊക്കെ കഴിച്ച് ഇതാ ഇങ്ങനെ കിടക്കാണ്. ഇനിയൊരു ഉറക്കാണ്, ചൊറക്കം. അപ്പൊ അത് കഴിഞ്ഞിട്ട് കാണാം. വൈകുന്നേരമായി, ചായ ഒക്കെ കുടിച്ച് ഞങ്ങളിതാ ഇപ്പൊ സിനിമ കാണാൻ നിൽക്കാണ്. തുടരും എന്ന് പറഞ്ഞ മൂവി ഉണ്ട്, അപ്പൊ അത് കാണാനുള്ള പരിപാടിയിലാണ്. അപ്പൊ അത് കാണട്ടെ കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ, പിന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പൊ ഓക്കെ, ബൈ.